ഇതിന്റെ കയ്യിലിരിക്കുന്നത് അറിയോ? ഇതിന്റെ എസ്റ്റിമേറ്റാ. മനസ്സിലായില്ല? ആർട്ടിയെ കൊടുത്തിട്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഞാൻ മെമ്പറൊന്ന് പറയട്ടെ. മെമ്പറോട് പറഞ്ഞ അല്ല ഒന്ന് മെമ്പറോട് പറഞ്ഞു. അല്ല എനിക്ക് കുഴപ്പമില്ല. കാരണം സംഭവം ഞാൻ കൽപ്പണിക്കാരനാണ്. അല്ലേ ഗോയക്ക? ഞാൻ കൽപ്പണിക്കാരനാ. ഗോയക്കാക്ക് ഇന്നെ അറിയാം. പക്ഷെ നമ്മളെ പണിക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന അങ്ങനത്തെ ഒരാളല്ല. പക്ഷെ ഇവര് മെമ്പറൊക്കെ ഒരു മോഡൽ നിജെന്ന് പറഞ്ഞ മെമ്പർ മഞ്ജു വരട്ടെ എന്നുള്ളത്. ഇല്ല നടക്കൂല, ഇവിടെ നിർത്തി പോകുന്ന പറഞ്ഞാൽ മെമ്പർ ഒന്ന് നിർത്തിച്ചെന്ന് ഞാൻ ഇപ്പോൾ അവിടെ അവതരിപ്പിക്കും. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മെമ്പറോടും പറഞ്ഞേക്കാ, മഞ്ജുനോട് സംസാരിക്കും പറഞ്ഞേക്കും. അവിടെയല്ലേ ജോസണ്ണാട്ടിനോട് തന്നാളാ ഈ രീതിയിൽ തന്നെ ചെയ്തു തരാം കേട്ടോ, നിങ്ങൾ പറഞ്ഞ പോലെ. പക്ഷെ മോനെ ഇതിൽ ഞാനെന്നല്ല, ഇവിടെ ഏറ്റവും കൂടുതൽ RTI പ്രവർത്തകർ ഈ പഞ്ചായത്തിലാണ്. ഇതിന്റെ എസ്റ്റിമേറ്റ് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ പൊളിപ്പിക്കും ചെയ്യും, ബാക്കിയുള്ളവർക്ക് എടുപ്പിക്കും ചെയ്യും ചെയ്തിട്ടുള്ള പരിസ്ഥിതി. RTIനെ പറ്റി അറിയുന്നതല്ല. അതല്ല ഇപ്പം 13-ാം വാർഡ് മെമ്പറാണ് വന്നിട്ടുള്ളത്. കാരണം ദേശീയ രാജകൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ മൊത്തം ഇതാവുന്നുണ്ട്, അറിയുന്നതല്ല. അപ്പൊ ഇത് ഈ അഴിമതിയായിട്ടൊരു കാര്യങ്ങളും നടക്കൂല. എനിക്ക് ഓക്കെയാണ്. മെമ്പർ വരട്ടെ, മെമ്പർ ഓക്കെ പറഞ്ഞില്ലല്ലോ. അതാണ് നമ്മളെ മെമ്പർ. അച്ഛൻ്റെ മുന്നേ എല്ലാതെ കൊറേ ഉടായ്പ നടന്നല്ലോ താന് കോയക്ക. ഇവിടുത്തെ കാര്യമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവര് നമുക്ക് ഈ അളവ് തരുന്നത് ഇവരെ ഔദാര്യം കൊണ്ടല്ല. അതന്നെ അതിന്റെ സമ്മതില്ല അവിടെ നടത്തുകയെന്നുണ്ടെങ്കിൽ ഞാനത് പൊളിപ്പിക്കും. അതന്നെ പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇതൊരു ഇളവ് നമ്മൾ ഒരിക്കലും അനുവദിക്കൂല. ആരാന്നുണ്ടെങ്കിൽ ഇളവ് ഞാൻ അനുവദിക്കൂല. കാരണം എന്തിനാ നമ്മൾ ഇളവ് കൊടുക്കേണ്ട ആവശ്യം എന്താണ്? അല്ല, ഇളവ് കൊടുക്കേണ്ട ആവശ്യം എന്താണ്? ഇവർക്ക് എന്തെങ്കിലും കിട്ടണോണ്ടല്ല ഇവരെ ഇളവ് കൊടുക്കേണ്ട ആവശ്യം. അപ്പൊ എന്തിനാണ് നമ്മൾ ഈ അളവ് കൊടുക്കേണ്ട ആവശ്യം എന്താന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതെ, പക്ഷെ അതിന്റെ എസ്റ്റിമേറ്റിന്റെ കണക്കും 3 മീറ്റർ ഇത് ഇങ്ങനെ ഇട്ട് എത്ര വരെ തരും? അവരെത്ര വരെ തരും?